അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമിയ. ഞാൻ നേരുമംഗലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയത്തില്ല, എപ്പോഴും എനിക്ക് 2011 TB എന്ന അസുഖം വരികയും ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ TB പൊതുവെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിദേശത്ത് പോകാനും ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. മെഡിക്കലിൽ നമ്മൾ അൺഫിറ്റ് ആവും. അപ്പം ഞാൻ സൗദിയിലേക്ക് പോകാനായിട്ട് ഒരു എല്ലാ കാര്യങ്ങളും റെഡി ആവുകയും പോകാനായിട്ട് എല്ലാം തന്നെ റെഡിയായി. അവസാനം അറിഞ്ഞു മെഡിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് എക്സ്റേ എടുത്തു. എക്സ്റേയിൽ സ്കാർ കാണുകയും സ്കാറിൻ്റെ പേരിൽ എക്സ്റേ റിജക്റ്റായി എനിക്ക് പോകാൻ പറ്റാതാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, എനിക്ക് വിദേശ രാജ്യത്ത് പോകാൻ പറ്റത്തില്ല, ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിങ്ങനെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2019 ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ ജീവിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വിദേശത്ത് പോകണം, ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗമായിട്ട് എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ജോലിയുടെ സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് ഇവിടുന്ന് മെഡിക്കലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് എനിക്ക് ഒരു ചിക്കൻ ബോക്സ് പിടിക്കുകയും അങ്ങനെ ചിക്കൻ ബോക്സ് പിടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് ഉള്ളിലുണ്ട്, എനിക്ക് TB വന്നിരുന്നായിരുന്ന കാര്യം എനിക്കറിയാമല്ലോ. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡിൽ TBയുടെ അണുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ എക്സ്റേ എടുക്കണം, സ്പൂട്ടൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ എക്സ്റേയിലും സ്ഫോടത്തിലും ഒക്കെ TBയുടെ വീണ്ടും രോഗാണുക്കൾ കാണുകയാണെങ്കിൽ എന്നെ അവിടുന്ന് അവർക്ക് പറഞ്ഞു വിടാം, ഇല്ലെങ്കിൽ എനിക്ക് ഐസൊലേഷനിൽ പോകേണ്ടി വരും. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ അടുത്ത ഡേറ്റ് എനിക്ക് തന്നു, നിങ്ങളുടെ എക്സ്റേ എടുക്കാനും സ്ഫോടൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഡേറ്റ് തരികയും ഞാൻ എക്സ്റേക്ക് പോയപ്പോൾ ഞാൻ ഉടമ്പടി കാശ്, എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി കാശ് രൂപമുണ്ട്. ഞാൻ ഈ ഉടമ്പടി കാശ് രൂപമായി എക്സ്റേ എടുത്തു. അത് കഴിഞ്ഞ് സ്ഫോടൻ ടെസ്റ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ എൻ്റെ എക്സ്റേ എടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ടും അതിൽ സ്കാറുണ്ട്, അതൊരിക്കലും മാറത്തില്ലെന്നുള്ള കാര്യം എന്നെപ്പോലെ എല്ലാ നഴ്സുമാർക്കും എല്ലാ അറിവുള്ളവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അതൊരിക്കലും മാറത്തില്ല. അപ്പോൾ ഈ പാട് അപ്പം ഞാൻ മാതാവിനോട് നല്ലപോലെ പ്രാർത്ഥിച്ചു, അമ്മയുടെ എക്സ്റേ ആയിരിക്കണേ അതെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ എക്സ്റേ ഇതിൽ ഇത്രയും നല്ലൊരു എക്സ്റേ ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരുടെയും പോലെ നോർമലായിട്ടൊരു എക്സ്റേ ആണ്, അതിലൊരു സ്കാറോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ സ്ഫോടത്തിലാണേലും അതായത് കഫത്തിൽ ഒരു വിധത്തിലുള്ള ഒരു രോഗാണുക്കളും ഇല്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്നതിനോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ മിങ്കിൾ ചെയ്യുന്നതിനോ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത്തേത്, എൻ്റെ ഹസ്ബൻഡിന് 2 സഹോദരിമാരാണുള്ളത്. അപ്പോൾ ഇളയ സഹോദരിയുടെ ഭർത്താവായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെറിയൊരു വഴക്കിൻ്റെ പേരിൽ പിന്നെ പുള്ളി സംസാരിക്കാറില്ലായിരുന്നു. 2 വർഷമായിട്ട് അവരുമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ ഈ ഉടമ്പടി ധ്യാനവും കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പാലിക്കുകയോ എല്ലാം കൂടുകയോ ചെയ്തു. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു ഹസ്ബൻഡ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിൽ. ഞാൻ എപ്പോഴും പറയുമായിരുന്നു മിണ്ടണം എന്നൊക്കെ പറയാന്നാലും അത് പുള്ളിക്ക് ഉള്ളിൽ തോന്നണമല്ലോ, ഞാൻ പറയണത് കേൾക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം അവരുടെ വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം അപ്പോൾ അവസാനം വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വരത്തില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം, അമ്മ ചേട്ടനെ കൊടുക്കൊണ്ട് പറയുക, അങ്ങോട്ട് പോകാമെന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കവിടെ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ പറയും, അവിടെ ചെല്ലുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഉപയോഗിച്ച് ഹസ്ബൻഡിനെയും മക്കളെയും അവരെ മനസ്സിൽ വിചാരിച്ചപ്പോഴും എന്നും ഉപയോഗിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പേഴ്സണൽ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഉടമ്പടി പത്രം ഞാൻ പോകുന്നതിന് മുന്നേ എല്ലാം തന്നെ എല്ലാവർക്കും കൊടുക്കുകയും ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ ഹസ്ബൻഡ് പൈസ കൊടുത്തിട്ട് ഹസ്ബൻഡ് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ഒക്കെ അനാഥാശ്രമങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അല്ലാത്തവർക്കും ഒക്കെ ഫുഡ് കൊടുക്കുകയും ഡെയിലി കുർബാനയ്ക്ക് പോവുകയും ബൈബിൾ വായനയും ഒന്നും തന്നെ ഞാൻ മുടക്കാറില്ല. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടിരിക്കുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 31-ാം അധ്യായം 25-ാം തിരുവചനം 25-26. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു. ജോമിയയും കുടുംബവും ഇവിടെ വന്ന്
പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ നമുക്ക് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ള സുവിശേഷ ഭാഗമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനായി മറ്റൊന്നുമല്ല, അനുതപിക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അനുരഞ്ജനത്തിലൂടെയും നമ്മുടെ കുമ്പസാരം എന്ന കൂദാശയിലൂടെയും നമുക്ക് ലഭിക്കുന്നത് വലിയ വിടുതലുകളും വലിയ സൗഖ്യങ്ങളുമാണെന്ന് ജോമിയയ്ക്കും കുടുംബത്തിനും എന്ന് മനസ്സിലായി. TB എന്ന സുഖം പിടിപെട്ടപ്പോഴാണ് ഇവർക്ക് വലിയ വേദനയോടെ ഇവരിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ജോമിയയ്ക്ക് ബ്ലഡിൽ TB റിസൾട്ട് കാണിക്കുമ്പോൾ അത് സൗദിയിലേക്ക് പോകാനും അവിടെ ജോലി ചെയ്യാനുമുള്ളൊരു വലിയ തടസ്സമായിരുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ഉടൻ പരിഹാരമായി പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോ പ്രാപിച്ചു കൊടുത്തൊരു വലിയ സൗഖ്യമായിരുന്നു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഫുടം പരിശോധിച്ചപ്പോൾ അതിൽ TBയുടേതായ ഒരു സ്കാറോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നിശാൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. യാതൊരു സാധ്യതകളും എല്ലാം നെഗറ്റീവായി TB അസുഖം നോർമലായി ആ റിപ്പോർട്ട് അവർക്ക് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതെങ്ങനെ എന്ന് ലോകം ചോദിക്കുകയാണ്. കാരണം പരിശുദ്ധ അമ്മ ഇടപെട്ട് ആദ്യം മുതൽ ഏറ്റവും ആദ്യത്തെ അത്ഭുതം ഈശോ പ്രവർത്തിച്ചത് സമയമാകാതിരുന്ന ഈശോയുടെ സമയമായപ്പോഴാണ്, സമയമാക്കി കൊടുത്തപ്പോഴാണ്. ഈശോ പറഞ്ഞു, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഇന്ന് പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ കാനായിൽ നടന്ന അതേ അത്ഭുതം തന്നെ ഇന്ന് നമ്മുടെ ഈ അൾത്താരയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും ലോകം മുഴുവനിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ വിശ്വാസ നഷ്ടങ്ങൾക്കും അതെല്ലാം ഒരു തരത്തിൽ ദുരന്തങ്ങളാണ്. ദുരന്തത്തിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ജോമിയെയും കുടുംബത്തെയും അനുദപിക്കാൻ സാധ്യതയില്ലാതിരുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെട്ടപ്പോഴാണ് വലിയ വലിയ സൗഖ്യങ്ങളും വിടുതലുകളും അവർക്ക് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് എപ്പോഴും അനുതാപത്തിലേക്ക് കടന്നു വരാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം അത് ഉപയോഗിക്കുവാൻ. പക്ഷേ വിശ്വാസ പ്രമാണം ചെല്ലുന്നതിന് മുൻപ് നിങ്ങൾ മനസ്താപ പ്രകരണം ചൊല്ലിയിരിക്കണമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും മനസ്താപമുള്ളൊരു ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് അണയാം. ഈശോ നമുക്ക് എപ്പോഴും സൗഖ്യവും സമാധാനവും സന്തോഷവും നമുക്ക് നൽകും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോമിയയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.